കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവവചനം ധ്യാനിപ്പാൻ ദൈവം തന്ന ഈ നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ആ വേദഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ചിന്തകളിലേക്ക് നമുക്ക് കടന്നു വരുവാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് വിജയം കൈവരിച്ചതായ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച വേദഭാഗം സങ്കീർത്തന പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളാണല്ലോ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നു. 9-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ, ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരം അരുളണമേ. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണെന്ന് സംശയലേശമേനെ നമുക്ക് പറയാൻ സാധിക്കും. ഈ 7-8 വാക്യങ്ങൾ സംസാരിച്ച ശേഷം ദാവീദ് ഒരു പ്രാർത്ഥന നടത്തുകയാണ്. താൻ പ്രാർത്ഥിക്കുന്നു, യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ, ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരം അരുളണമേ. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് വലിയ ഒരു സന്തോഷം തോന്നി. അതേസമയം തന്നെ ധാരാളം ആത്മീക അർത്ഥങ്ങൾ ആ പ്രാർത്ഥനയിലുണ്ടെന്ന് ബോധ്യമാകുവാനിടയായി തീർന്നു. കേവലം ആശ്രയത്വത്തെക്കുറിച്ച് പറയുക മാത്രമല്ല, തൻ്റെ ആശ്രയം പൂർണ്ണമായും ദൈവത്തിലാണെന്ന് തെളിയിക്കുന്നതായ ഒരു വേദഭാഗമാണ് ഈ സങ്കീർത്തനം 20-ന്റെ 9-ാം വാക്യം. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഇങ്ങനെ ഒരു രാജാവ് പ്രാർത്ഥിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? ഈ രാജാവിന് സൈന്യം പോരാ, ഈ രാജാവിന് ശക്തി പോരാ, ഈ രാജാവ് ഒരു പരാജയമാണ്. പലപ്പോഴും പ്രാർത്ഥനയുടെ കാര്യത്തിൽ നമ്മുടെ ആളുകൾക്കുള്ള ഒരു മുൻവിധിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കുന്നവർ ജീവിതത്തിൽ ഒരു പരാജയമാണെന്ന് അവർ ചിന്തിക്കുന്നു. എല്ലാം നശിപ്പിച്ച ശേഷം അല്ലെങ്കിൽ എല്ലാം നഷ്ടമായതിനു ശേഷമാണ് ഈ വ്യക്തി പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അങ്ങനെ പ്രാർത്ഥിച്ചവരുണ്ടാകാം, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷേ ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എന്ന് പറയുന്നത് പരാജയപ്പെട്ടവരല്ല, മറിച്ച് തങ്ങളുടെ സൈന്യം അല്ലെങ്കിൽ തങ്ങൾക്കുള്ളത് അതുമാത്രം തങ്ങളെ ജയാളികളാക്കത്തില്ല എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട്. എന്ന് മാത്രമല്ല, ദൈവം കൂടെയുണ്ടെങ്കിൽ മാത്രമേ തങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥമുള്ളൂ എന്ന് മനസ്സിലാക്കുന്നതായ ആളുകളാണ് ഇവർ ഓരോരുത്തരും. നോക്കിക്കേ, ദാവീദ് ഒരു രാജാവാണ്. കേവലം ഒരു രാജാവ് മാത്രമല്ല, അദ്ദേഹം ഒരു ദൈവത്തിൻ്റെ ഭൃത്യനാണ്. ഒരു പുരോഹിതനാണ്. അദ്ദേഹം ഒരു പ്രവാചകനാണോ? ഒരു പ്രവാചകനാണ്. ഇതെല്ലാം തന്നെ ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പാപിയായിരുന്നു താൻ, ഒരു പാപിയായിരുന്നു. പക്ഷേ ആ പാപത്തിൽ നിന്നും താൻ എങ്ങനെ വിടുതൽ പ്രാപിച്ചുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തനിക്ക് ധാരാളം സൈന്യമുണ്ട്, തനിക്ക് ധാരാളം സഹായികളുണ്ട്. തൻ്റെ അടുത്തുള്ള രാഷ്ട്രങ്ങൾ ഒരുപക്ഷെ തനിക്ക് സഹായമായിട്ട് വരുമായിരിക്കാം. പക്ഷെ അതൊന്നുമല്ല ദാവീദിൻ്റെ പ്രധാനപ്പെട്ട ആശ്രയം. തൻ്റെ പ്രധാനപ്പെട്ട ആശ്രയം യഹോവയാണ്. താൻ പറയുന്നു, രാജാവിനെ രക്ഷിക്കണമേ. കാരണം ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലുണ്ടാവുകയുള്ളൂ, ഒരു വിജയമുണ്ടാവുകയുള്ളൂ. ഇന്നിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്കെല്ലാം ഉണ്ടാകാം. ഭാവിയിൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാണ് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതായ പല ചുറ്റുപാടുകളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ദാവീദ് എന്ന രാജാവിന് എല്ലാം ഉണ്ടായിരുന്നിട്ടും യഹോവയിൽ ആശ്രയിക്കാൻ കാരണം തനിക്കറിയാം, യഹോവയിലുള്ള ആശ്രയത്തെ മാത്രമേ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും നിവർന്നു നിൽക്കുവാൻ സഹായിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ട് എന്നുള്ള ചിന്ത നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിപ്പാൻ ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ, ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. നീ പ്രവർത്തിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരടി പോലും മുന്നോട്ട് വയ്ക്കുവാൻ കഴിയത്തില്ല. അതെ, ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങളെ കേൾപ്പിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം. ഈ വചന നിമിത്തമുള്ള ദൈവിക അനുഗ്രഹങ്ങളും വിടുതലും അങ്ങയുടെ മക്കൾ അനുഭവിക്കട്ടെ. ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്തു ഉണ്ടായാലും
ദൈവമേ, അങ്ങില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം പരാജയമാണ്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. ദൈവമേ, നിന്റെ സഹായം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങൾക്ക് അറിയിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഓൾ. Thank you for watching Morning Dew. Kindly tune up for next day messages.